കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കണ്ണൂർ KSUവിൽ കലഹം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിനെതിരെ ജില്ലാ സെക്രട്ടറി അലേഖ് കാടാച്ചിറ നേതൃത്വത്തിന് പരാതി നൽകി. സെനറ്റിലേക്ക് മത്സരിച്ച് തന്നെ തോൽപ്പിക്കാൻ ഷമ്മാസ് ഗൂഢാലോചന നടത്തിയെന്നാണ് പരാതി. ഫെലിക്സ് വിവരങ്ങളുമായി. ഫെലിക്സ്, കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ KSU സംപൂജ്യരായത് ഒരു ചർച്ചയായിരുന്നു. ഇപ്പോൾ പാർട്ടിക്കകത്ത്, സംഘടനയ്ക്കകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് അലേഖ് ആരോപിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ, കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും അല്ലെങ്കിൽ ഒന്നിൽ പോലും വിജയിക്കാൻ KSUവിന് കഴിഞ്ഞില്ല. അതേസമയം SFIക്കും MSFനും അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്തു. KSUവിന് രണ്ടുപേരെങ്കിലും ജയിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് KSU നേതാക്കൾക്കിടയിലുള്ള തർക്കം, ഐക്യമില്ലായ്മയാണ് സംപൂജ്യരായി KSUവിനെ മാറ്റിയത് എന്നതാണ് ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കണ്ണൂരിൽ നിന്നുള്ള നേതാവ് കൂടിയായ മുഹമ്മദ് ഷമ്മാസ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതാണ്. ഇപ്പോൾ KSUവിൻ്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായ അലേഖ് കാടാച്ചിറ KPCC പ്രസിഡന്റിനും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും നൽകിയ പരാതിയിൽ പറയുന്നത് അട്ടിമറിക്കാൻ ശ്രമിച്ചു, തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. KSUവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് കണ്ണൂർ സർവകലാശാലയിൽ സെനറ്റിലേക്ക് ഒരു പ്രതിനിധിയെ പോലും അയക്കാൻ കഴിയാത്തതിൽ ഉണ്ടാക്കിയത്. അതിലാണ് ഇപ്പോൾ ഈ KSUവിലെ കണ്ണൂർ ജില്ലയിലെ നേതൃത്വത്തിനുള്ളിലെ വലിയ ഭിന്നത പുറത്തേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിലടക്കം KSUവിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതായത് സുധാകരൻ അനുയായികൾക്ക് വലിയ അപ്രമാദിത്വമുള്ള കണ്ണൂർ ജില്ലയിലെ KSUവിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഈ തർക്കവും ഭിന്നതയും സൂചിപ്പിക്കുന്നത്.